പോയി കൈ കഴുകുക കൊച്ചേ. ഡോക്ടറല്ലേ അയാളെ? അല്ല, ഞാനല്ല. വൈകിയുടെ കണ്ണുകളിൽ നോക്കി ഉറച്ച ശബ്ദത്തിൽ അലക്സ് പറഞ്ഞു. അവൾ ചോദിക്കുമെന്ന് ഉറപ്പായിരുന്നു. ഉരുണ്ട് കളിക്കണം എന്നാണ് ചിന്തിച്ചത്. പക്ഷേ താനാണെന്നറിഞ്ഞാൽ വൈക അവൾ തന്നിൽ നിന്ന് അകലുമോ? ചെറിയൊരു ഭയം. അതാണ് താനല്ലെന്ന് പെട്ടെന്ന് പറഞ്ഞതും. അല്ല, കള്ളം പറയുക. എനിക്കറിയാം. എന്തറിയാന്ന്? വാശി നിറഞ്ഞ അവളുടെ ശബ്ദം കേട്ട് ചിരിയുടെ ചെറിയൊരു ശബ്ദം അവന് പുറത്തേക്ക് വന്നു. ഡോക്ടർ തന്നെയാ. ഞാൻ എന്തിനാ കൊച്ചെ അവനെ കൊല്ലുന്നത്? നേരത്തെ തല്ലിയിട്ടില്ലേ? അതുകൊണ്ട്? ചോദ്യഭാവത്തിൽ അവൻ അവളെ നോക്കി. അല്ല. ദേ കൊച്ചെ, വെറുതെ ഒരു കൊലപാതകമൊക്കെ എൻ്റെ തലയിൽ വെച്ച് തരല്ലേ. ഡോക്ടറല്ലേ? ഇതിനെയും കൊണ്ട്. അല്ല, ദേ ഞാനാണ്. വേണ്ട. സ്വന്തം തലയിൽ സത്യം ചെയ്യാൻ ഒരുങ്ങിയവനെ വൈക പെട്ടെന്ന് തടഞ്ഞു. ഒരിക്കൽ കൂടെ പറഞ്ഞവളെ വിശ്വസിപ്പിക്കുമ്പോൾ വൈക ശ്വാസം ആഞ്ഞു വലിച്ചു വിട്ടു. അലക്സിന് സന്തോഷം തോന്നി. അവളുടെ മനസ്സിൽ താനുണ്ട് എന്നതിന് വ്യക്തമല്ലേ ഈ ആദ്യ പിടിച്ച ചോദ്യം. പോയി കൈ കഴുകുക. വൈകയ്ക്കൊരല്പം പോലും വിഷമം തോന്നിയില്ല. നിയമപരമായി ഇപ്പോഴും തൻ്റെ ഭർത്താവാണ്. വേദനിപ്പിച്ചിട്ടേ ഉള്ളൂ, അവസാനം സ്വന്തം കുഞ്ഞിനെ പോലും. പക്ഷേ ഇപ്പോഴും വിശ്വസിക്കാൻ കഴിയുന്നില്ല. അയാൾ മരണപ്പെട്ടു. മനു, കഴുത്തിൽ താലി ചാർത്തിയവനേക്കാൾ തൻ്റെ മനസ്സിനെയും ശരീരത്തെയും വേദനിപ്പിച്ചവൻ. പക്ഷേ ഇതിനൊന്നും പിന്നിൽ അലക്സ് ആകരുതെന്ന നിർബന്ധമുണ്ട്. കൈ കഴുകി വൈക മുന്നിലെ മിററിലെ തൻ്റെ പ്രതിബിംബത്തിലേക്ക് നോക്കി. കവിളൊക്കെ ഒട്ടി, കഴുത്തിൽ എല്ലുകൾ മുഴച്ചു നിൽക്കുന്നു. കണ്ണാടിയിലൊന്നും നോക്കാറുകൂടിയില്ല. എല്ലിച്ച ഈ കോലത്തെയാണോ ഡോക്ടർ ജീവന് തുല്യം സ്നേഹിക്കുന്നത്? ഒരിക്കൽ കൂടെ തൻ്റെ മുഖമൊന്ന് നോക്കി പുറത്തേക്കിറങ്ങി. പിന്നിൽ നിന്നും പരുങ്ങുന്നവളുടെ സാമീപ്യം അറിഞ്ഞിട്ടും തിരിഞ്ഞു നോക്കിയില്ല. വിളിക്കട്ടെ എന്ന് തന്നെ കരുതി. ഡോക്ടറെ. എന്തോ? മനു തിരിഞ്ഞു നിന്ന് തൻ്റെ മുഖത്തേക്ക് നോക്കുന്നവനോട് മെല്ലെ ചോദിച്ചു. അതും ഞാനല്ല. എന്തായാലും പേവിഷബാധ ഏൽക്കണമെങ്കിൽ പേ പിടിച്ച നായ കടിക്കണം. അല്ലെ പേവിഷബാധ ഏറ്റ ആളുടെ പല്ലോ നഖമോ കൊള്ളണം. ഇത് രണ്ടും എന്നെ കൊണ്ട് സാധിക്കില്ലല്ലോ. അവളുടെ മുന്നിൽ അലക്സ് മാറിൽ കൈകെട്ടി നിന്നു. ഇനി എന്തേലും ഉണ്ടോ? ഒന്നുമില്ലേ? അത് എന്നോട് പിണക്കം ഉണ്ടോ? ഉണ്ടെങ്കിൽ? അങ്ങനൊരു മറുപടി പ്രതീക്ഷിക്കാത്തത് കൊണ്ട് അറിയാതെ വൈകം മൂളി. പിണക്കം ഉണ്ടെങ്കിൽ മാറ്റുവോ? അരികിലേക്ക് ചേർന്ന് നിന്ന് ചോദിച്ചപ്പോൾ വൈകി അവൻ്റെ മെഴികളിലേക്ക് തന്നെ നോക്കി നിന്നു. വെള്ളഗോളത്തിന് നടുവിലെ കാപ്പി നിറത്തിലെ കൃഷ്ണമണി ആദ്യമായാണ് ശ്രദ്ധിക്കുന്നത്. ചെറിയ കണ്ണുകളാണ്. മെഴികൾ പിൻവലിക്കാതെ അല്പനേരം ഇരുവരുടെയും മെഴികൾ കൊരുത്തു. തൻ്റെ മുഖത്തിന് നേരെ അലക്സ് മുഖം അടുപ്പിച്ച് വരുന്നതറിഞ്ഞിട്ടും വൈക അതേ നിൽപ്പ് തുടർന്നു. പിണക്കമുണ്ട്, തീർത്തോട്ടെ. മെല്ലെ കാതിനരികിലേക്ക് ചാഞ്ഞു വന്ന് പറയുമ്പോൾ അവൻ്റെ ശ്വാസം കാതുകളിൽ ഇക്കിളിപ്പെടുത്തി. മുഖം വെട്ടിക്കുമ്പോൾ വൈകിയുടെ അതരങ്ങളിൽ ഒരു പുഞ്ചിരി സ്ഥാനം പിടിച്ചിരുന്നു. കിസ് മീ വൈക, പ്ലീസ്. അത്രയേറെ ആഗ്രഹത്തോടെ, കൊതിയോടെ അലക്സ് ചോദിച്ചു. പിണക്കം മാറ്റാൻ ഉദ്ദേശമുണ്ടേ തന്നാൽ മതി. മുഖം ഒരു വശത്തേക്ക് ചെരിച്ചു പിടിച്ച് പിണക്കം നടിച്ച് അലക്സ് പറഞ്ഞു. അല്പം കുനിഞ്ഞാണ് നിൽക്കുന്നത്. കാലുകുത്തി ഉയർന്നു പൊങ്ങി വൈക പെട്ടെന്ന് അലക്സിൻ്റെ കവിളിന് നേരെ മുഖമടുപ്പിച്ചു. അലക്സ് മുഖം തിരിച്ച നിമിഷം വൈകിയുടെ കണ്ണുകൾ മിഴിഞ്ഞു. മുഖം തിരിച്ചു നിൽക്കുന്നവൻ്റെ കവിളിൽ പെട്ടെന്ന് ചുംബിച്ചകന്നു മാറാനുള്ള അവളുടെ നീക്കത്തെ തടഞ്ഞുകൊണ്ട് തൻ്റെ അതരങ്ങളിൽ തന്നെ അവൻ ആ ചുംബനം സ്വീകരിച്ചു. വൈക അകന്നു മാറുന്നതിന് മുന്നേ അവളെ എടുത്തുയർത്തുന്നതിനൊപ്പം തൻ്റെ അതരങ്ങൾ കൊണ്ട് അവളുടെ അതരങ്ങളെ പൊതിഞ്ഞിരുന്നു. ഒരുതരം തരിപ്പ് ശരീരമാസകലം വൈകി എറിഞ്ഞു. വിറച്ചുപോയ അവളുടെ ശരീരം പൊക്കിയെടുത്ത് ടേബിളിലേക്കിരുത്തി. കാൽമുട്ടിൽ പിടിച്ച് ഒരു കാലകത്തി അവളുടെ കാലുകൾക്കിടയിലേക്ക് അല്പം കൂടെ ചേർന്ന് നിന്നു. ഇരു കൈകൾ കൊണ്ടും അവളുടെ പുറത്തൂടെ ചുറ്റിപ്പിടിച്ചു. 2 നിമിഷം വേണ്ടി വന്നു വൈകിക്ക് എന്താ സംഭവിച്ചതെന്ന് മനസ്സിലാക്കാൻ. അവളെ ഒട്ടും വേദനിപ്പിക്കാതെ പതിയെ ആദരങ്ങളെ തൻ്റെ നാവും ചുണ്ടും കൊണ്ട് തഴുകി നുണഞ്ഞു. വൈകിയുടെ കണ്ണുകൾ കൂമ്പിയടഞ്ഞു. ഇടയ്ക്കെപ്പോഴോ അലക്സ് അവളുടെ കൈകൾ തൻ്റെ ഇരു തോളിലേക്കും എടുത്തു വെച്ചു. അകന്നു മാറാൻ തോന്നിയില്ലെങ്കിലും അവളെ ബുദ്ധിമുട്ടിക്കാൻ അവന് തോന്നിയില്ല.
അകന്നു മാറാനൊരുങ്ങുമ്പോൾ അവൾ അല്പം മുന്നോട്ടാഞ്ഞു വന്നു. അവൾ ആ ചുംബനം ആസ്വദിക്കുന്നുവെന്ന് തോന്നിയപ്പോൾ വീണ്ടും അവൻ ചുംബിച്ചു തുടങ്ങി. ആദ്യമായി അറിയുന്ന ചുംബനത്തിൻ്റെ ലഹരിയിൽ ഇരുവരും സ്വയം മറന്നുപോയി. അലക്സിൻ്റെ നാവ് അവളുടെ നാവിൽ സ്പർശിച്ച നിമിഷം വൈകിയുടെ കൈവിരലുകൾ അലക്സിൻ്റെ ഷോൾഡറിൽ അമർന്നു. തൻ്റെ വികാരങ്ങൾ ചൂടുപിടിക്കുന്നതറിഞ്ഞ് മെല്ലെ അവളുടെ അധരങ്ങൾ മോചിപ്പിച്ചു. ചിലപ്പോൾ ഇതിനപ്പുറം താനെന്തേലും ചെയ്തു പോകും. കടിക്കട്ടെ. ഒരു കാമുകൻ്റെ ഭാവം അത്രയും നിറഞ്ഞു നിൽക്കുന്നു അവൻ്റെ മുഖത്ത്. അവളുടെ അധരങ്ങളിലേക്ക് മെല്ലെ നോക്കി ചോദിച്ചു. ഇങ്ങനെ ഒരു നിമിഷം സ്വപ്നം കണ്ടിട്ടുണ്ട്. അവളോട് ചേർന്നും ചുംബിച്ചും മുറുക്കപ്പുണരാനും ഒക്കെ ആഗ്രഹിച്ചിട്ടുണ്ട്. വൈകിയെ മുറുക്കപ്പുണർന്നു. താടിത്തുമ്പിൽ പിടിച്ച് മുഖം ഉയർത്തി മുഖമാകെ ചുംബനങ്ങൾ കൊണ്ട് പൊതിഞ്ഞു. ലവ് യു വൈക. വൈകിയുടെ കഴുത്തിലേക്ക് മുഖം പൂഴ്ത്തി വെച്ച് അലക്സ് പറഞ്ഞു. തനിക്ക് സംഭവിക്കുന്ന മാറ്റങ്ങളോർത്ത് അവൾക്ക് തന്നെ വല്ലായ്മയോ ചമ്മലോ ഒക്കെ പോലെ തോന്നി. എനിക്കറിയാം അപ്പച്ച, ഇതിൻ്റെ പിന്നിൽ ഇച്ചായനല്ലാതെ മറ്റാരുമല്ലെന്നാ. അല്ലേലും ഞങ്ങൾക്ക് വേണ്ടി ചെയ്യാൻ ഇച്ചായനല്ലേ ഉള്ളൂ. അപ്പൻ്റെ കൈ പിടിച്ച് വാവ ആവേശത്തോടെ പറഞ്ഞു. ഇനി മനു, അവനും തീരണം. ടി വി കണ്ടിരുന്നപ്പോഴാണ് ഓടിയലച്ച് അരികിലേക്ക് വന്ന് നിലത്ത് മുട്ടുകുത്തിയിരുന്നത് വാവ. ന്യൂസ് കണ്ടപ്പോൾ തന്നെ അപ്പൻ ഉറപ്പിച്ചിരുന്നു ഇതിൻ്റെ പിന്നിൽ അലക്സ് ആകുമെന്ന്. അപ്പച്ചനൊരു കാര്യം അറിയാവോ? മനു, അവൻ്റെ ഈ അവസ്ഥയ്ക്ക് കാരണം ആരാണെന്നറിയുവോ? അപ്പൻ അവളെ തുറച്ചു നോക്കി. അതിന് പിന്നിലും അലക്സ് ആണെന്നാണ് അപ്പൻ്റെ വിശ്വാസം. ഞാനാ അപ്പച്ച, വല്ലാത്തൊരാവേശത്തോടെ വാവ പറഞ്ഞു. മോളെ. അപ്പൻ്റെ മുഖത്ത് ഞെട്ടലാണ്. ആദ്യം മുതൽ ഓരോന്നും വാവ വിശദീകരിച്ച് പറയുമ്പോൾ ആദ്യം ഒരു തരം പകപ്പോ ഞെട്ടലോ ഒക്കെ ആയിരുന്നെങ്കിൽ പിന്നീടപ്പൻ പൊട്ടി ചിരിച്ചു. മിടുക്കി, അല്ലേലും അലക്സിന് പറ്റിയ ആളാ നീ. ചിരിക്കിടയിലെപ്പോഴോ അപ്പൻ പറയുമ്പോൾ വാവയുടെ നെഞ്ചിലൊരു മഞ്ഞു വീണ സുഖം. തങ്ങളോടൊന്നും ആരും ഇത്രയും അടുപ്പവും സ്നേഹവും കാണിച്ചിട്ടില്ല. താൻ മനുവിനെ തല്ലിയ അന്ന് ഇച്ചായൻ വിളിച്ചില്ലേ? കേസാകും, ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആകാൻ പറഞ്ഞതല്ലേ? അന്ന് താൻ എന്തൊക്കെയാ പറഞ്ഞു? ഹോസ്പിറ്റലിൽ വെച്ച് പലപ്പോഴും ഗൗരവം മാത്രം നിറഞ്ഞു നിന്ന ആ മുഖത്ത് തനിക്കായൊരു ചെറുപുഞ്ചിരി ഉണ്ടായിരുന്നു. താനല്ലേ അത് ശ്രദ്ധിക്കാതെ പോയത്? തന്നെയും വേദുവിനെയും ഇങ്ങോട്ട് കൊണ്ടുവരാനല്ലേ വീട്ടിൽ വന്ന് നിന്നത്? തനിക്ക് വേണ്ടിയല്ലേ അമ്മായിയോട് വഴക്കിട്ടത്? മനുവിൻ്റെ കാര്യമെല്ലാം ഞാൻ പറഞ്ഞിട്ടും ചേച്ചിയോട് പോലും പറഞ്ഞില്ലല്ലോ. താൻ പോലും അറിയാതെ തനിക്ക് പിന്നാലെ ഒരു സംരക്ഷണ കവചം പോലെ നടന്നതുകൊണ്ടല്ലേ അന്ന് ടൗണിൽ തന്നോട് അപമര്യാദയായി പെരുമാറിയവരെ അടിച്ചൊതുക്കിയത്? എല്ലാം തന്നോടുള്ള സ്നേഹം കൊണ്ടല്ലേ? ഇതുവരെ അറിഞ്ഞിട്ടില്ലാത്ത, അനുഭവിച്ചിട്ടില്ലാത്ത സ്നേഹവും പരിഗണനയും. പക്ഷെ എൻ്റെ ഇച്ചായന് കുറച്ച് അനുസരണ കുറവാ. അതോടെ പഠിപ്പിക്കണ്ടേ? എന്താടി കാന്താരി ഇരുന്ന് ആലോചിക്കുന്നത്? അവൻ അടുക്കുന്ന മട്ടില്ല അല്ലേ? അന്നമ്മയെ കൊണ്ട് വൈകിയോട് പറഞ്ഞ് ഒന്നുകൂടെ പറയിപ്പിക്കാം. ഓ, അതൊന്നും നടക്കുമെന്ന് തോന്നുന്നില്ല. പക്ഷെ വാവ തീരുമാനിച്ചിട്ടുണ്ടേ അത് നടത്തും. നിന്റെ ചേച്ചി ഒരു പാവമാ. ഒന്നും അതിനെ വിഷമിപ്പിക്കരുത്. എബിയുടെ കാര്യത്തിൽ വല്ല തീരുമാനവും ആയോ? പെട്ടെന്ന് വാവ എഴുന്നേറ്റ് പോയപ്പോൾ അപ്പനൊന്നും മനസ്സിലാവാതെ ഇരുന്നു. റൂമിലെത്തി ടേബിളിനരികിലെ ചെയറിലേക്ക് കൈ ടേബിളിൽ കുത്തി തലയും താങ്ങി അവൾ ഇരുന്നു. എബിസാറിൻ്റെ സ്നേഹം, ഒരിക്കൽ താങ്ങായി നിന്നതുമൊക്കെ താൻ മറന്നോ? അന്ന് പതിവില്ലാതെ അലക്സ് താഴെ ഇറങ്ങി വന്ന് കഴിക്കാനിരിക്കുമ്പോൾ അമ്മച്ചി കണ്ണുകൾ നിറച്ച് നന്ദിയോടെ വൈകിയെ നോക്കി. ചുറ്റിനും എല്ലാവർക്കും അമ്മച്ചിയും വൈകിയും ചേർന്ന് വിളമ്പി. അമ്മച്ചി വിളമ്പാൻ വരുമ്പോഴൊക്കെ അലക്സ് കൈകൊണ്ട് തടഞ്ഞു. വൈക വിളമ്പിയതൊക്കെ നിറഞ്ഞ മനസ്സോടെ കഴിക്കുന്നു. ഒരേ സമയം ആ അമ്മ മനസ്സ് വേദനിക്കുകയും സന്തോഷിക്കുകയും ചെയ്തു. അപ്പൻ അന്നമ്മച്ചിയുടെ മുഖത്ത് നോക്കി കണ്ണൊന്ന് ചിമ്മി. സാരമില്ലടോ, ഇത്രയൊക്കെ ആയില്ലേ, എല്ലാം ഇനി ശരിയാകും എന്ന് പറയാതെ പറഞ്ഞൊരാശ്വസിപ്പിക്കൽ. അമ്മച്ചി നിർബന്ധിച്ചിട്ടും വൈക മടിച്ചു നിന്നു. അമ്മച്ചിയും ഇരുന്നിട്ടില്ല. അലക്സ് കൈ പിടിച്ച് വൈകിയെ അരികിൽ കിടന്ന ചെയറിലേക്ക് ഇരുത്തി. പ്ലേറ്റ് എടുത്ത് വെച്ച് ചോറ് വിളമ്പി. ഓരോ കറികളും അവളുടെ സമ്മതത്തോടെ മാത്രം അരികിൽ വിളമ്പി. ചുറ്റുമുള്ളവരുടെ മിഴികൾ ഗൗരവം മാത്രം തിങ്ങി നിറഞ്ഞു നിൽക്കുന്ന അലക്സിൻ്റെ മുഖത്തും.
ചമ്മലോടെ മുഖം കുനിച്ചിരിക്കുന്നവളിലുമാണ്. ഭാവയോടും വേദുവിനോടും ഏഞ്ചലിനോടും എന്തെങ്കിലും വേണോ എന്ന് അലക്സ് തിരക്കാനും മറന്നില്ല. കഴിച്ചു കഴിഞ്ഞിട്ടും വൈക കഴിച്ച് കഴിയുന്നത് വരെ ഫോണും തോണ്ടി അവനവിടെ ഇരുന്നു. എബി വാവയെ തന്നെ നോക്കുന്നുണ്ട്. വാവ മുഖം കുനിച്ചിരുന്ന് വേഗം കഴിക്കുവാണ്. ആരുടെയും സംസാരത്തിലും പങ്കുചേരുന്നില്ല. തല പുകഞ്ഞ് എന്തോ ആലോചനയിലാണ്. എന്തു പറ്റി വാവേ? അവളെ തന്നെ ശ്രദ്ധിച്ചിരുന്ന എബി പെട്ടെന്ന് ചോദിച്ചു. എല്ലാവരുടെയും നോട്ടം വാവയിലേക്കായപ്പോൾ വാവ മുഖമുയർത്തി വൈകിയെയാണ് നോക്കിയത്. എരിവാണോ? വാവ വല്ലായ്മയോടെ മൂളി. കഴിപ്പ് മതിയാക്കി പ്ലേറ്റ് എടുത്ത് അടുക്കളയിലേക്ക് പോയി. ഇച്ചിരി എരിവ് കൂടുതലാണെന്ന് അമ്മച്ചിക്കും തോന്നി. ഇനി അമ്മച്ചി ശ്രദ്ധിച്ചോളാട്ടോ, പിന്നാലെ ഓടി വന്ന് സ്നേഹത്തോടെ പറഞ്ഞ് കയ്യിലെ പ്ലേറ്റ് വാങ്ങുന്ന അമ്മച്ചിയെ ഒരു നിമിഷം വാവ കണ്ണെടുക്കാതെ നോക്കി നിന്നു. എത്ര സ്നേഹത്തോടെ എല്ലാവരും പെരുമാറുന്നത്. നല്ല കുറേ മനുഷ്യർ. താൻ മാത്രം എന്താ ഇങ്ങനെ? എപ്പിസാറിനെ തനിക്ക് മനസ്സിലാക്കാൻ കഴിയില്ല ദൈവമേ. വായൊന്ന് തുറന്നേ മക്കളെ. അമ്മച്ചി ഒരുന്നുള്ള പഞ്ചസാരയും നീട്ടിപ്പിടിച്ചാണ് നിൽക്കുന്നത്. വായ തുറന്ന് കാണിക്കുമ്പോൾ വാവയുടെ കണ്ണുകൾ നിറഞ്ഞു നിറഞ്ഞു വന്നു. എരിവിച്ചിരി കൂടുതലാ അല്ലയോ മോളെ? പിന്നിൽ വൈകിയെ കണ്ടപ്പോൾ അമ്മച്ചി തിരക്കി. അറിയില്ല, എരിവ് അധികമുള്ളതൊന്നും ഇല്ലായിരുന്നു. താൻ കഴിക്കാത്തതിൽ മറ്റോ ആകും. വൈക അമ്മച്ചിയെ നോക്കിയപ്പോൾ കറി വീണ്ടും കൈവെള്ളയിലേക്ക് പകർത്തി രുചിക്കുന്നുണ്ട്. മുളക് കടിച്ചതാ. ചേച്ചിയുടെ നോട്ടം തന്നിലാണെന്നറിയവേ ഭാവ പറഞ്ഞുകൊണ്ട് കൈയും വായും കഴുകി ചേച്ചിയെ നോക്കാതെ റൂമിലേക്ക് പോയി. ഇടം കണ്ണാൽ തൻ്റെ പിന്നാലെ വരുന്ന ചേച്ചിയുടെ മിഴികളും കണ്ടു. എത്രയോ നാളുകൾക്ക് ശേഷമാണ് ചേച്ചിയുടെ മുഖം തെളിഞ്ഞു കാണുന്നത്. അതിൻ്റെ കാരണക്കാരൻ ഇച്ചായനും. റൂമിലേക്ക് കയറുമ്പോൾ അപ്പോഴും തന്നെ നോക്കുന്ന എബിസാറിൻ്റെ നോട്ടവും കണ്ടു. റൂമിൽ വാവ തനിയെ ഉള്ളെന്ന് കണ്ടപ്പോൾ അമ്മച്ചി വാവയ്ക്ക് അരിയിലേക്ക് ചെന്നു. വാവേ. എന്താ അമ്മച്ചി? അമ്മച്ചി അവളുടെ കൈയും പിടിച്ച് ബെഡിലേക്കിരുന്നു. അമ്മച്ചിക്ക് ചോദിക്കാൻ പാടുണ്ടോയെന്നറിയില്ല, എങ്കിലും ചോദിക്കുക. എബിയോട് നിനക്ക് യാതൊരു ഇഷ്ടവും തോന്നുന്നില്ലേ കുഞ്ഞെ? അവനൊരു പാവാ, മോളെ ഒത്തിരി ഇഷ്ടമാ. റാണി തന്നെ പറയുമായിരുന്നു, വെറുതെ നാട്ടുകാരെ കൊണ്ട് അതും ഇതും പറയിക്കാതെ നിങ്ങളുടെ കെട്ടങ്ങ് നടത്താൻ. അലക്സ് പിന്നെ വാശിയില്ല, വിവാഹം കഴിക്കില്ലെന്ന് പോലും. ഇതൊക്കെ നാട്ടുകാരറിഞ്ഞാൽ എന്തു പറയും? ആ, ഇനി നിങ്ങളുടെ ഇഷ്ടം. അമ്മച്ചി ഇരുന്നിടത്തു നിന്നും എഴുന്നേറ്റു. വൈക അമ്മച്ചിയുടെ കൂടെ പാത്രം കഴുകാനും അടുക്കള ഒതുക്കിപ്പെറുക്കാനും ഒക്കെ കൂടി. അതിനിടയിൽ അമ്മച്ചി അടുക്കളയിലിരുന്ന് കഴിക്കുകയും ചെയ്തു. റൂമിലേക്ക് പോകുന്നതിന് മുന്നേ അമ്മച്ചി അലക്സിനോട് പറയാൻ മറ്റൊരു കാര്യം കൂടെ പ്രത്യേകം വൈകിയെ പറഞ്ഞേൽപ്പിച്ചു. അവനെക്കൊണ്ട് കഴുത്തിലൊരു മിന്നു കെട്ടിക്കുന്ന കാര്യം. ജഗ്ഗിലേക്ക് വെള്ളം പകർത്തിയെടുത്ത് വൈക അലക്സിൻ്റെ റൂമിലേക്ക് നടന്നു. വാവേ. കാൽമുട്ടിനിടയിലേക്ക് മുഖം പൂഴ്ത്തിയിരിക്കുന്ന വാവയെ അകത്തേക്ക് കയറാൻ മടിച്ച് വാതുക്കൽ നിന്നും എബി വിളിച്ചു. താൻ വിളിച്ചതുപോലും അറിയാതെ ഇരിക്കുന്നവളെ കാണെ ഒന്ന് സംശയിച്ചു നിന്നതിന് ശേഷം എബി അകത്തേക്ക് കയറി. അവളുടെ നീളമേറിയ തലമുടി മുഖം മറച്ച് ബെഡിൽ വീണ് കിടക്കുന്നു. വാവേ. അവളുടെ ആ ഇരിപ്പ് കണ്ട് അവൻ വീണ്ടും വിളിച്ചു. വീണ്ടും അതേ ഇരിപ്പ് തുടർന്നപ്പോൾ അവളുടെ ഷോൾഡറിൽ പിടിച്ച് കുലുക്കി വിളിച്ചു. എന്നിട്ടും അനങ്ങാതെ ഇരിക്കുന്നവളുടെ മുഖം ബലമായി പിടിച്ചുയർത്തി. വാവേ, എന്താ? അവളുടെ കലങ്ങിയ കണ്ണുകൾ കാണെ പകപ്പോടെയും വേദനയോടെയും ചോദിച്ചവൻ. പ്രണയവും വാത്സല്യവും നിറഞ്ഞു നിൽക്കുന്ന അവൻ്റെ മിഴികളിലേക്ക് വല്ലായ്മയോടെ വാവ നോക്കി. എന്താ വാവേ, നിനക്ക് മേലെ? തൻ്റെ മുഖത്തേക്ക് ഉറ്റുനോക്കുന്നവളോട് വേവലാതിയോടെ വീണ്ടും തിരക്കി. തോളിലമർന്ന എബിയുടെ കൈ തട്ടിയെറിഞ്ഞ് രൂക്ഷമായവനെ നോക്കി. സോറി. വല്ലായ്മയോടെ എബി പറഞ്ഞു. തനിക്കെന്തു പറ്റിയടോ? എന്തിനാ കണ്ണ് നിറച്ചത്? അവളുടെ പെരുമാറ്റം തന്നെ വേദനിപ്പിക്കുന്നുണ്ടെങ്കിലും കണ്ണുകൾ നിറച്ച് തനിക്ക് മുന്നിലിരിക്കുന്നത് തൻ്റെ പ്രണയമാണ്. ഇവിടെ അവളെ വേദനിപ്പിക്കുന്നത് എന്താണുണ്ടായത്? ഞാൻ കരഞ്ഞാൽ സാറിന് എന്താ? എൻ്റെ കാര്യം നോക്കാൻ ആരും വരണ്ട, ആരും. ഇനി ഇവിടെ നിൽക്കുന്നതാണ് പ്രശ്നമെങ്കിൽ പൊയ്ക്കോളാം. ഭാവ കട്ടിലിൽ നിന്ന് എഴുന്നേറ്റു. ഭാവേ, സർ പ്ലീസ്, എന്നെ ഒന്ന് ഒറ്റയ്ക്ക് വിടുവോ? കുറച്ചു നേരം. എബി വാതിലിന് നേരെ തിരിഞ്ഞപ്പോൾ വാതുക്കൽ നിൽക്കുന്ന ഏഞ്ചലിനെ കണ്ട്
നിറഞ്ഞ കണ്ണുകൾ ചിമ്മി ചിമ്മി ചിരിക്കാനൊരു പാഴ്ശ്രമം നടത്തി. അവള് വാവ വെറുതെ പറഞ്ഞു പൂർത്തിയാക്കാനാവാതെ എബി മുഖം വെട്ടിച്ചു. കണ്ണുകൾ അമർത്തിപ്പിടിച്ച് നടന്നകലുന്ന എബിയെ കണ്ടപ്പോൾ ഏഞ്ചലിനും വല്ലാതായി. വിഷമം തോന്നി. തൻ്റെ കൂടപ്പിറപ്പാണ്. അലക്സിൻ്റെ കാര്യത്തിൽ മാത്രമേ എബിയെ വിഷമിച്ച് കണ്ടിട്ടുള്ളൂ. ആദ്യമായാണ് ഒരു പെണ്ണിനോട് ഇഷ്ടം തോന്നുന്നതും. വാവ തലയും താങ്ങിപ്പിടിച്ച് ബെഡിലേക്കിരുന്നു. വാവേ. അരികിൽ ഏഞ്ചലിൻ്റെ ശബ്ദം തിരിച്ചറിഞ്ഞ നിമിഷം വാവ മുഖമുയർത്തി നോക്കി. മുടി ചെവിയുടെ പിന്നിലേക്ക് ഒതുക്കി വെച്ചു. വാവ ഫുഡിന് മുന്നിൽ നിന്നും എഴുന്നേറ്റ് പോകുന്നത് കണ്ട് കഴിപ്പ് നിർത്തി എഴുന്നേറ്റ് വന്നതായി ചായൻ. ഇപ്പോൾ താൻ ഈ കാണിച്ചതും പറഞ്ഞതും ഒക്കെ വളരെ മോശമായിപ്പോയി. വാവയെപ്പറ്റി അപ്പം പറഞ്ഞു കേട്ടിട്ടുണ്ട്, സ്മാർട്ടാണെന്നും അറിയാം. പക്ഷെ ഇത് കുറച്ച്. ഏഞ്ചൽ ബാക്കി പറയാതെ നിർത്തി. എൻ്റെ ചായൻ ഒരു പാവമാ വാവേ. ആദ്യമായിട്ട് ഒരാളോട് ഇഷ്ടം തോന്നുന്നത്. ഏഞ്ചലിൻ്റെ ഈ ചായനെ സ്നേഹിക്കാനുള്ള യോഗ്യത എനിക്കില്ല. പിന്നെ ഈ ഇഷ്ടം പിടിച്ചു വാങ്ങാനുള്ളതുമല്ല. വൈക റൂമിൽ ചെല്ലുമ്പോൾ അലക്സ് ബാൽക്കണിയിൽ ആരോടോ ഫോണിൽ സംസാരിക്കുകയായിരുന്നു. അവിടേക്ക് പോകാതെ വെള്ളം ടേബിളിൽ വെച്ച് തിരികെ താഴേക്ക് ഇറങ്ങി ചെന്നതാണ് വൈക. ഏഞ്ചൽ റൂമിൽ നിന്നും വാവയോട് സംസാരിക്കുന്നതൊക്കെ കേട്ട് പുറത്തു തന്നെ നിന്നു. എബിയോട് വാവ എന്തു പറഞ്ഞെന്നാ? വാവ മോശമായി വല്ലതും പറഞ്ഞോ? വൈകിയെ കണ്ടപ്പോൾ ഏഞ്ചൽ സംസാരം അവസാനിപ്പിച്ച് ചെറിയൊരു ചിരിയും സമ്മാനിച്ച് പുറത്തേക്കിറങ്ങി. ഏഞ്ചലിനെ നോക്കി തിരികെ പുഞ്ചിരിച്ച് വൈകി അകത്തേക്ക് കയറി. തലയും താങ്ങി പിടിച്ചിരിക്കുകയാണ് വാവ അപ്പോഴും. എബിയോട് ഇതുവരെ യാതൊരു താല്പര്യവും അവൾ പ്രകടിപ്പിച്ചിട്ടില്ല. അതുകൊണ്ട് തന്നെ അതിനെക്കുറിച്ച് സംസാരിച്ചിട്ടുമില്ല ഇതുവരെ. എബിയോട് മോശമായി എന്തേലും പറഞ്ഞു കാണുമോ എന്നൊരു ഭയം വൈകിയുടെ ഉള്ളിലുണ്ട്. വാവേ എന്താ? എബിയോട് മോൾ എന്ത് പറഞ്ഞെന്നാ? മുഖമുയർത്തി നോക്കിയ വാവയുടെ നിറഞ്ഞ കണ്ണുകൾ കാണെ വൈകിയുടെ നെഞ്ചു പിടഞ്ഞു. വാതുക്കൽ അലക്സിന്റെ നിഴലനക്കം വാവ കണ്ടു. എന്താ എന്താ മോളെ? വൈക ആകുലതയോടെ വീണ്ടും തിരക്കി. കരഞ്ഞുകൊണ്ട് വൈകിയുടെ വയറിലൂടെ ചുറ്റിപ്പിടിച്ചു മുഖം അവളുടെ വയറിനു മീതെ വാവയെ അമർത്തി വെച്ചു. വാവ ഇങ്ങനെ കരഞ്ഞു കണ്ടിട്ടേയില്ല. വേദുവിൻ്റെ കാര്യം ഓർത്താണ് അന്ന് ആദ്യമായി കരയുന്നത് കാണുന്നത്. എന്തു പ്രശ്നമാണെങ്കിലും അതിനെ കൈകാര്യം ചെയ്യാനുള്ള തൻ്റെ ഇടം ഉള്ളവളാണ് വാവ. തന്നെയും വേദുവിനെയും പോലെ അല്ല. വാവേ എന്താടാ? വാവ കരയുന്നത് കണ്ടപ്പോൾ വൈകിയും കരയാൻ തുടങ്ങി. നമുക്കിവിടെ വേണ്ട ചേച്ചി, ഇവിടെ നിന്നും പോകാം. എനിക്ക് പറ്റുന്നില്ല ഇവിടെ. നമ്മൾ മാത്രം മതി ചേച്ചി. വിതുമ്പി പറയുന്നവളെ വൈകി ഒന്നുകൂടെ ചേർത്ത് പിടിച്ചു. ലൈക്കും കമൻറ്റും സബ്സ്ക്രൈബും ഒക്കെ ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ.